സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ പി എസ് സിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് എക്സ്പോണൻസിനെ കുറിച്ചാണ്. ലോസ് ഓഫ് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗ നിയമങ്ങൾ. കേരള പി എസ് സി ലോസ് ഓഫ് എക്സ്പോണൻസിൽ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ്, ലോസ് ഓഫ് എക്സ്പോണൻസ്. ലോസ് ഓഫ് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗ നിയമങ്ങൾ, ഇതിൽ കുറച്ച് റൂൾസ് നമ്മൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അതായത് ഇവിടെ ബേസ് സെയിം ആണ്, അപ്പോൾ നമ്മൾ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യണം. ഇനി എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. മൂന്നാമത്തെ റൂള് എ റേസ് ടു എം the whole raised to n is equal to a raised to mn. നാലാമത്തെ റൂള് a raised to 0 equal to 1. അഞ്ചാമത്തെ റൂൾ നോക്കുക, a by b the whole raised to minus n equal to b by a the whole raised to n. അതായത് ഈ a by bനെ തിരിച്ചിട്ടിട്ട് ഈ പവർ നെഗറ്റീവായിരുന്നു ഇവിടെ പോസിറ്റീവായിട്ട് എഴുതുക. അതായത് ഈ a by bനെ തിരിച്ചിടുക, നെഗറ്റീവ് പവർ പോസിറ്റീവ് ആക്കുക. ആറാമത്തെ റൂള് എ റേസ് ടു മൈനസ് എൻ ഈക്വൽ ടു 1 ബൈ എ റേസ് ടു എൻ. ഇനി പി എസ് സി ചോദിച്ചിട്ടുള്ള ഓരോ ടൈപ്പിലേക്ക് നമുക്ക് പോവാം. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് 1. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ റേസ് ടു 0 ദ ഹോൾ റേസ് ടു 234? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 234a, ഓപ്ഷൻ സി 234, ഓപ്ഷൻ ഡി 1. അപ്പോൾ ആദ്യം എ റേസ് ടു 0 ദ ഹോൾ റേസ് ടു 234. നമുക്കറിയാം എ റേസ് ടു 0 എന്താണ്? 1. സോ 1 റേസ് ടു 234. 1 റേസ് ടു എനി നമ്പർ എന്ത് തന്നെയാണ്? 1 തന്നെ ആണ്. സോ ആൻസർ ഇസ് 1. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -1 റേസ് ടു 999. അതായത് ഒരു നെഗറ്റീവ് നമ്പർ, ഇതൊരു നെഗറ്റീവ് നമ്പർ, അതിൻ്റെ കൃതിയായിട്ട് ഒരു ഒറ്റ സംഖ്യയാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് നമ്പറിൻ്റെ കൃതിയായിട്ട് ഒറ്റ സംഖ്യ വന്നാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 1 റേസ് ടു എനി നമ്പർ നമുക്ക് എന്തെന്നറിയാം? 1 ആയിരിക്കും, 1 ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ കൃതിയായി ഒരു ഒറ്റ സംഖ്യയാണ് വന്നിരിക്കുന്നതുകൊണ്ട് ആൻസർ -1. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3യിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ 0.1 ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു, ഇത് ലാബ് അസിസ്റ്റൻറ്റ് 2006 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 0.001, ഓപ്ഷൻ ബി 0.001, ഓപ്ഷൻ സി 0.01, ഓപ്ഷൻ ഡി 0.1. അപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യാനെന്ന് പറഞ്ഞാൽ 0.1 3 പ്രാവശ്യം അല്ലേ, 0.1 ദ ഹോൾ ക്യൂബാണ്. അപ്പം നമ്മളെങ്ങനെ എഴുതും? That is equal to 0.1 into 0.1 into 0.1. ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 1 into 1 into 1 എത്രയാണ്? 1. പക്ഷേ ഇവിടെ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട്? 1, 2, 3. അപ്പോൾ 3 ഡെസിമൽ പോയിൻ്റ് മാറ്റി കുത്തണം. പക്ഷേ ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ 1, 1, 2, 3, 3 ഡിജിറ്റ് മാറ്റി കുത്തിട്ട്. അപ്പം നമ്മുടെ ആൻസർ ഏത് ഓപ്ഷൻ വരും? ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 64 ദ ഹോൾ റേസ് ടു 1/3 ഇൻറ്റു 8 ദ ഹോൾ റേസ് ടു 1/3 ഈസ് ഡാഷ്. മെയിൽ വാർഡൻ 2008 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 512, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 6. അപ്പോൾ 64 ദ ഹോൾ റേസ് ടു 1/3 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 64, ക്യൂബ് റൂട്ട് ഓഫ് 64 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 8. നമുക്കറിയാം ക്യൂബ് റൂട്ട് ഓഫ് 64 എത്രയാണ്? 4 ആണെന്ന് നമുക്ക് അറിയാം. അടുത്ത് ക്യൂബ് റൂട്ട് ഓഫ് 8 എത്രയാണെന്നറിയാം? 2 ആണെന്ന് അറിയാം. സോ ആൻസർ ഇസ് 8. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 324 the whole raised to 1/2 by 64 the whole raised to 1/2.
LDC ബിവറേജ് കോർപ്പറേഷൻ 2010 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 7/4, ഓപ്ഷൻ ബി 7/8, ഓപ്ഷൻ സി 2 1/4 ആൻഡ് ഓപ്ഷൻ ഡി 2 1/8. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 324 റൂട്ടാണ്. റൂട്ട് ഓഫ് 324 ബൈ റൂട്ട് ഓഫ് 64. റൂട്ട് ഓഫ് 324 ഒന്നില്ലെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. റൂട്ട് 324 18, അല്ല എങ്കിൽ 324 എടുക്കുക. 2 1 6 2 2 81 3 27 3 9 3 3 സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ 2 2 ഒരു 2 എടുക്കുക, 2 3 ഒരു 3 എടുക്കുക, 2 3 ഒരു 3. അപ്പോൾ 2 2 2 ഒരു 2, അടുത്ത് 2 3 ഒരു 3, അടുത്ത് 2 3 ഒരു 3. ആൻസർ ഈസ് 2 × 3 6, 6 × 3 18. 18 is the answer. So is equal to 18 by അടുത്ത 64 ചെയ്യുക ഇതുപോലെ. 64 2, അടുത്ത് 32 2 16 2 8 2 4 2 2 2. അപ്പോൾ 2 2 ഒരു 2, ഇവിടെ നിന്ന് 2 2 ഒരു 2, ഇവിടെ നിന്ന് 2 2 ഒരു 2. അപ്പോൾ 2 × 2 4, 4 × 2 8. അപ്പം 18/8 എന്ന് വരും. അപ്പം 18/8 വെട്ടി ചെയ്യുക. രണ്ടും 2ൻ്റെ ടേബിളിൽ പോവും. 18 18 2ൻ്റെ ടേബിളിൽ 9 തവണ, 8 4 തവണ. അപ്പം 9/4 9/4. അപ്പം 9 ഡിവൈഡഡ് ബൈ 4, കാരണം ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടും തന്നിട്ടുണ്ട്. അപ്പം 9/4 അല്ല, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലല്ല. അപ്പം 9/4 ചെയ്യുക. 2 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 1/4 ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് 2 ആണ്. അതായത് 3n = 729. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില എത്ര? എക്സ് അല്ല, ഇവിടെ എന്നിൻ്റെ വില എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എന്നിൻ്റെ വില എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമ്മൾ 729 എടുത്തിട്ട് അതിനെ ഫാക്ടറൈസ് ചെയ്യുക. 3 തവണ 243, 3 തവണ 81, 3 തവണ 27, 3 തവണ 9, 3 തവണ 3. അപ്പം 3n അതുപോലെ എഴുതി ഈ 729 ഇതേപോലെ തന്നെ ഈ 3യുടെ പോലെ തന്നെ ഇപ്പുറത്തും എഴുതണം. അപ്പം 1 2 3 4 5 6, അപ്പം 3/6. അപ്പോൾ ഇവിടെ ബേസ് രണ്ടും സെയിമായി. നമുക്ക് എക്സ്പോണൻസ് നമുക്ക് ഈക്വലായിട്ട് എഴുതാം. അപ്പം ബേസ് സെയിമായി, എക്സ്പോണൻ്റ് എന്ത് വരും? n = 6. നമ്മുടെ ആൻസർ n = 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. 4n = 1024 ആയാൽ n² വാല്യൂ എത്ര? അപ്പം ഇവിടെ 4 ആണ്. അപ്പം നമ്മൾ ഇതിനെ 4ൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം 1024നെ 4 വെച്ചിട്ട് എഴുതണം. 4 × 256, വീണ്ടും 4 × 64, വീണ്ടും 4 × 16, വീണ്ടും 4 × 4. അപ്പം ഈ 4n അത് അതുപോലെ എഴുതുക. 4n = ഇവിടെ 1 2 3 4 5, 4/5. അപ്പോൾ n എത്ര വന്ന്? n = 5 എന്ന് വന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ n² കണ്ടുപിടിക്കാനാണ്. അപ്പോൾ n² എന്ത് വരും? 5², ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ നമ്മുടെ ആൻസർ 25. ഓക്കെ, ഇനി അടുത്ത ടൈപ്പിലേക്ക് പോവാം. 1/4 (2) എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് മെയിൽവാർഡൻ ജയിൽ 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി -1/2, ഓപ്ഷൻ സി -1/6, ഓപ്ഷൻ ഡി 16. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ 1/4 (-1/2). ഞാൻ ഓൾറെഡി ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു a/b (n) is equal to b/a (n). അതായത് ഇതിനെ തിരിച്ചിട്ടിട്ട് മൈനസിനെ മാറ്റി പ്ലസ് ആക്കുക. അപ്പോൾ ഈസ് ഈക്വൽ ടു ഇതിനെ ഞാൻ തിരിച്ചിട്ടു. അപ്പോൾ 4/1
പവർ മൈനസ് ആണ്, ഇവിടെ എന്താക്കുക? പോസിറ്റീവ് ആക്കുക. 4/1 എന്ന് തന്നെ എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. അപ്പോൾ 4 × square ദാറ്റ് ഈസ് ഈക്വൽ ടു 16. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2⁻⁻1 മൈനസ് 3⁻1 ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഇവിടെ ഇൻറ്റു 6 ആണ്. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി -6, ഓപ്ഷൻ സി 1 ആൻഡ് ഓപ്ഷൻ ഡി -1. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? a⁻n ഈക്വൽ ടു 1/a⁻n ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എങ്ങനെ വരും? 2⁻−1 ആണ്. 2⁻−1 എങ്ങനെ എഴുതാം? അപ്പം 1/2 മൈനസ് 3⁻−1 1/3 × 6. ഇനി 1/2 മൈനസ് 1/3 ചെയ്യണം. മൈനസ് ചെയ്യാൻ 1 × 3 3 മൈനസ്, അതായത് 1 × 3 ചെയ്യുക 3, 1 × 2 2 ബൈ ഡിനോമിനേറ്ററിൽ 2 × 3 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. ഒന്നുകൂടെ പറയാം. 1 × 3 3, ഈ മൈനസ് അതുപോലെ ഇട്ടു. 1 × 2 2, ഡിനോമിനേറ്ററിൽ 2 × 3 6. അപ്പോൾ 1/6 എന്ന് കിട്ടി. 1/6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ എന്ത് വരും? ഇത് ചെയ്തപ്പോൾ എനിക്ക് 1/6 കിട്ടി. ഇവിടെ ഇൻറ്റു എന്നാണ് അർത്ഥം. ഇൻറ്റു 6. ഈ 6ഉം 6ഉം ക്യാൻസൽ ആവും. ആൻസർ സി ഓപ്ഷനാണ് നമ്മുടെ. ഓക്കെ, അടുത്ത ടൈപ്പ് 4ലേക്ക് പോകാം. ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ √2n is equal to 64. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ √of എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു raised to 1/2 ആണ്. അപ്പോൾ ഈ 2n അതുപോലെ എഴുതുക. റൂട്ടിനെ മാറ്റി 1/2 ആക്കുക. റൂട്ടിനെ മാറ്റി 1/2 ആക്കുക. ഇനി 64നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. 64 2 × 32, 2 × 16, 2 × 8, 2 × 4, 2 × 2 1 2 3 4 5 6. അപ്പോൾ നമുക്ക് 2⁻6 എന്ന് കിട്ടും. ഇനി ആദ്യം റൂള് പറഞ്ഞപ്പോൾ പറഞ്ഞു രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് വന്ന, അതായത് a⁻m n എന്ന് പറഞ്ഞാൽ a⁻m × n, അതായത് പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2⁻n 1/2 ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2⁻n × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻6. n × 1 n. അപ്പോൾ 2⁻n/2 ഇസ് ഈക്വൽ ടു 2⁻6 എന്ന് വരും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബേസ് എന്തായി? സെയിം ആയി. അപ്പോൾ പവേഴ്സ് എന്ത് വരും? n/2 ഈക്വൽ ടു 6/2 ആണ്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ /2, ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ n ഈക്വൽ ടു 6 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ആൻസർ അപ്പോൾ 12 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൂട്ട് ഓഫ് 5⁻x, ഫോർത്ത് റൂട്ട് ഓഫ് 5⁻x ഈക്വൽ ടു 625. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x³. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ 5⁻x ഫോർത്ത് പവർ ഞാൻ മാറ്റി. അപ്പോൾ 1/4 എന്ന് വരും. ഈസ് ഈക്വൽ ടു 625നെ റെപ്രസെൻറ്റ് ചെയ്യും. 625 5 ടേബിളിൽ 125, വീണ്ടും 5ൻ്റെ ടേബിളിൽ 25, വീണ്ടും 5ൻ്റെ ടേബിളിൽ 5. 5⁻4 എന്ന് വരും. ഓക്കെ, അപ്പം ഇവിടെ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. x × 1/4, x × 1/4 ഇസ് ഈക്വൽ ടു 5⁻4. 5 × x/4 ഇസ് ഈക്വൽ ടു 5⁻4. അപ്പം ബേസ് രണ്ടും സെയിമായി, പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പം എന്ത് വരും? x/4 ഇസ് ഈക്വൽ ടു 4, x ഈക്വൽ ടു 16. സോ x³ ഇസ് ഈക്വൽ ടു 16³ അറ്റ് ഇസ് ഈക്വൽ ടു 16 × 16 × 16 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 4096. അടുത്ത് ടൈപ്പ് 5 ആണ്. ടൈപ്പ് 5 എന്ന് പറഞ്ഞാൽ 1 + 1/2 + 1/2² + 1/2³ + എക്സെട്ര ടു ഇൻഫിനിറ്റ് സീരീസ്. ഇത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2005 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി ഇൻഫിനിറ്റി, ഓപ്ഷൻ ഡി 2 ആണ്. അപ്പം ഫസ്റ്റ് ഈ സീരീസ് നോക്കാം. 1 + 1/2 + 1/2² എന്താണ്? 1/4 + 1/2³ എന്താണ്? 1/8 + ഇൻഫിനിറ്റി. അപ്പം ഇവിടെ നോക്കാം.
സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം 1/2 ഡിവൈഡഡ് ബൈ 1 എത്ര കിട്ടി 1/2. അടുത്ത് 1/4 ഡിവൈഡഡ് ബൈ 1/2 1/2. അപ്പം ഇവിടുത്തെ റേഷ്യോ കോമൺ റേഷ്യോ സെയിം ആണ്. അപ്പം ഈ സീരീസ് ജി പിയിലാണ്. അപ്പം സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് എ ജി പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 1/1 - r ആണ്. സോറി 1 അല്ല, a/1 - r ആണ് ഫോർമുല. a/1 - r വേർ a ഇസ് ദ ഫസ്റ്റ് ടേം. ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാണ് 1. അപ്പോൾ a = 1. r ഇസ് ദ കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം, അതായത് സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം 1/2/1. അപ്പോൾ എത്ര കിട്ടും 1/2 എന്ന് കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ സ്ഥാനത്ത് എത്ര വരും 1 എന്ന് വരും. ബൈ 1 - ആറിൻ്റെ സ്ഥാനത്ത് 1/2. 1/1 കുറച്ച് എത്ര വരും അര വരും. അപ്പം 1 ഡിവൈഡഡ് ബൈ 1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഡിവിഷനെ ഇൻറ്റു ആക്കാൻ ഇൻറ്റു റെസിപ്രോക്കൽ 2/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പം നമ്മുടെ ആൻസർ ഡി ആണ്. അടുത്ത് x raised to a into x raised to b into x raised to c is equal to 1. Then find a plus b. ഇത് ഫീമെയിൽ വാർഡൻ 2010 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി സി, ഓപ്ഷൻ സി -c ആൻഡ് ഓപ്ഷൻ ഡി 1. സോ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്താണ് എം പ്ലസ് എൻ. അപ്പോൾ 3 വരുമ്പോൾ എന്ത് ചെയ്യുക, ഈ പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. അപ്പം എക്സ് റൈസ് ടു എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ എക്സ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എക്സ് ചെയ്താൽ അല്ലേ. അപ്പോൾ എക്സ് റൈസ് ടു 0 അത് തന്നെയല്ലേ എന്ത് 1. ഓക്കെ, അപ്പം ഇവിടെ ബേസ് എന്തായി സെയിം ആയി. പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക ഇക്വേറ്റ് ചെയ്യുക. എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ എ പ്ലസ് ബി കണ്ടുപിടിക്കാനാണ്. സോ എ പ്ലസ് ബി ഈക്വൽ ടു -c. സോ നമ്മുടെ ആൻസർ -c, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഈ എക്സ്പോണൻസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ PSCയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് വാച്ച് ചെയ്യുന്നതിന് താങ്ക്സ്.